മലപ്പുറത്ത് പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന്റെ ഉടമസ്ഥതയെ ചൊല്ലി അടിമുടി ദുരൂഹത. സ്ഥലം വാങ്ങിയ പരപ്പനങ്ങാടി സ്വദേശി നൌഫൽ കടക്കാടൻ ഉന്നതന്റെ ബിനാമിയാണെന്നും വേങ്ങര സ്വദേശിയായ ക്വാറി ഉടമയ്ക്കും ഇടപാടിൽ പങ്കുണ്ടെന്നുമാണ് സൂചന. പ്രീമിയം ആയുർവേദ റിസോർട്ടാണ് മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് നിർമ്മിക്കാൻ പോകുന്നത്. പരിസ്ഥിതി ലോല മേഖലയിൽ അനധികൃതമായ നിർമ്മാണം നടത്താനായിരുന്നു ഉദ്ദേശം. അപേക്ഷകളിൽ നൽകിയത് തെറ്റായ മേൽവിലാസമാണ്. അതിൽ അവ്യക്തതയുണ്ടായിട്ടും മണ്ണെടുപ്പിനും പാറപൊട്ടിക്കലിനും അനുമതി നൽകിയതിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2018 മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഈ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവുണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ രൂപരേഖയുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടി ഉടൻ ആരംഭിക്കും. മുബഷീർ പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, ഗുഡ് മോർണിംഗ് മുബഷീർ. ഇന്നലെ നമ്മൾ തത്സമയം ഈ വാർത്ത മുബഷീറും ഉണ്ണിത്തുവൂരും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഉണ്ണിത്തുവൂരിന്റെ ക്യാമറയിലേക്ക് ഈ വലിയ മണ്ണൊലിപ്പ് വന്ന് പതിക്കുന്നത്. അതാണെങ്കിൽ മറ്റ് മാധ്യമപ്രവർത്തകരെ അടക്കം അവിടെ നിന്ന് അവരെ തള്ളിയിടുന്ന തരത്തിലുള്ള ശക്തിയുണ്ടായിരുന്നു. അതിന് വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ആ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഇനിയും മഴ കനത്താൽ കൂടുതൽ മണ്ണ് അവിടെ നിന്ന് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും ഈ സ്റ്റേറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂളിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് ചിലർ പറയുന്നത്. അനധികൃതമായ നിർമ്മാണമാണെന്ന് നഗരസഭ പറയുന്നു. പിന്നീട് നഗരസഭ അത് തിരുത്തി പറയുന്നു. കുറച്ചുകൂടി സമയം അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുബഷീർ? ഈ നൌഫൽ എന്ന് പറയുന്നയാൾ യഥാർത്ഥത്തിൽ നൌഫലാണോ? നൌഫൽ മറ്റൊരാളുടെ ബിനാമിയാണോ? മുബഷീർ, അരുൺകുമാർ, മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശിയായുള്ള നൌഫൽ എന്ന് പറയുന്ന യുവാവിന്റെ പേരിലാണ് ഈ ഭൂമിയുള്ളത് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം നഗരസഭ പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകളും പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചു. അത് കൃത്യമായി പരിശോധിച്ച ഘട്ടത്തിലാണ് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട വ്യക്തിയിൽ ചില ദുരൂഹതകൾ നിലനിൽക്കാനുള്ള വിവരം നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇതിന്റെ ഉടമയായിട്ടുള്ള വ്യക്തി ഈ കേരളത്തിൽ തന്നെയുള്ള ഒരു പ്രമുഖ ഉന്നത വ്യക്തിയുടെ ബിനാമിയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നഗരസഭ ഉൾപ്പെടുന്ന അധികൃതർ പറഞ്ഞിരുന്നത് ഇവിടെയുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് അനുമതി തേടിയത് എന്നുള്ളതായിരുന്നു. അത് കേവലം ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ല, മറിച്ച് ഒരു പ്രീമിയം ആയുർവേദ റിസോർട്ട് തന്നെ ഒരു മേഖലയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് കെട്ടിട അനുമതി തേടിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ ഉടമയുമായി നമ്മൾ പല ഘട്ടത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഫോണിലോ അല്ലാതെയോ അദ്ദേഹത്തെ ലഭിച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പുറത്തുവിട്ട രേഖകളിൽ തന്നെ ഈ നൌഫൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അഡ്രസ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശിയാണെന്ന് പറയുന്ന നൌഫലിന്റെ പേരിൽ തന്നെ തോട്ടശ്ശേരി എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള വേങ്ങര കുന്നുംപുറം ഭാഗത്തെ ഒരു അഡ്രസ്സിലും അദ്ദേഹം അപേക്ഷ കൊടുത്തത് ഈ അപേക്ഷാ ഫോമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു സ്ത്രീയുടെ പേരും, ഈ തോട്ടശ്ശേരി എന്ന് പറയുന്ന മേഖലയിൽ ഒരു സ്ത്രീയുടെ പേരും ഈ അഡ്രസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ നിലയിൽ അടിമുടി ദുരൂഹതയാണ് സ്ഥലത്തിന്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2018 മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തിവെക്കാൻ ഉത്തരവിട്ടതാണ്. പരിസ്ഥിതി ലോല മേഖലയാണ്. വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ടാകുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ ഉത്തരവുകളും ആ തീരുമാനമൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ഉന്നതന്റെ രാഷ്ട്രീയ സ്വാധീനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള അശാസ്ത്രീയ മണ്ണെടുപ്പ് നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും നൌഫൽ കേവലം ഇതിൽ ബിനാമി മാത്രമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ രൂപരേഖയും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ രൂപരേഖയിൽ വളരെ കൃത്യമായിട്ട് ഏത് രീതിയിലാണ് ഇതിവിടെ നിർമ്മിക്കാൻ പോകുന്നത്, എന്തായിരിക്കും ഇതിന്റെ പേർപ്പസ് എന്നുൾപ്പെടെ വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം സംഭവിച്ച പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ മേഖലയ്ക്ക് തൊട്ടടുത്തുള്ള പ്രദേശമാണ്. ഇവിടെ ഈ മേഖലയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കടന്നിട്ടുണ്ട്. മലപ്പുറം ഫയർഫോഴ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇതിന്റെ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ദുരൂഹതകളൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും വലിയ ആശങ്ക, അതായത് ഇനിയും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള വലിയ ആശങ്ക തന്നെയാണ് ഈ പാണക്കാടുള്ളത്. ഇവിടെ ഏറ്റവും വലിയ തിരിച്ചടിയായി വെല്ലുവിളിയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന പാതയാണ്. നാടുകാണി പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ മലപ്പുറം വേങ്ങര റോഡ്, ഈ ഭാഗത്ത് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിലാണ് ഇപ്പോൾ ഏറെ മണിക്കൂറുകളായിട്ട് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. സാർ, എത്ര മണിയോടുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കും? മണ്ണ് എപ്പോൾ നീക്കം ചെയ്യും? നമ്മൾ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ തീരെ മണ്ണെടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആയിരുന്നു. വരെയും കനത്ത മഴയായിരുന്നു. മണ്ണ് തുടർച്ചയായി ഇടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി മുതൽ മഴ വിട്ടു നിൽക്കുന്ന സാഹചര്യം ഏറ്റവും അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 10 മിനിറ്റിനകത്ത് മണ്ണെടുക്കുന്ന പ്രവൃത്തി ആരംഭിക്കും. പക്ഷേ മണിക്കൂറുകൾ എടുക്കും. മണ്ണും വലിയ പാറയുണ്ട്. 4-5 മണിക്കൂർ എടുത്ത് മണ്ണ് നീക്കം ചെയ്താലും ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ ജില്ലാ ഭരണകൂടം പറയണമല്ലോ.
തീർച്ചയായിട്ടും ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റോഡിലെ മണ്ണ് നീക്കം ചെയ്താൽ പോലും അതിലൂടെ ഗതാഗതം നമ്മൾ വാഹനങ്ങൾ കടത്തി വിടുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. അത് തീർച്ചയായും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടുകൂടി മാത്രമേ റോഡ് ഓപ്പൺ ആക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുള്ളൂ. രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. ഒന്ന്, ഈ മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിക്കുള്ള പരിഹാരം, അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടതിനുള്ള പരിഹാരം. അതാണ് അദ്ദേഹം പറഞ്ഞത്. മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് ഏറെക്കുറെ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ജില്ലാ ഭരണകൂടമാണ് സ്വീകരിക്കേണ്ടത്. അക്കാര്യത്തിൽ അവർ അറിയിപ്പ് കൊടുക്കുന്നതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിനിടയിൽ കൂടിയാണ് നിർണായക രേഖകൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഡോക്ടർ അരുൺകുമാർ, ഇക്കാര്യത്തിൽ മറ്റാരുടെയെങ്കിലും ഉന്നതരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിശേഷം അവ്യക്തമായിട്ടുള്ള അഡ്രസ്സ് കൊടുത്ത് അപേക്ഷ കൊടുത്തൊരു വ്യക്തിയുടെ പേരിൽ എങ്ങനെയാണ് നഗരസഭയും ജിയോളജി വകുപ്പും മണ്ണെടുക്കുന്നതിനും പാറ പൊട്ടിക്കുന്നതിനും അനുമതി കൊടുത്തത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ അവരവിടെയുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ ഈ മേഖലയിലെത്തി വലിയ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിരുന്ന മേഖലയിലെ വീട്ടുകാരെയൊക്കെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. പാണക്കാട് ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ആ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഈ മേഖലയിലെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ മാറ്റിയിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ റിനീഷ മാഡം, നിലവിലെ സാഹചര്യം, ഈ ക്യാമ്പുകളിൽ എത്ര കുടുംബങ്ങളാണ്? ക്യാമ്പിൽ 96 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ റിലേറ്റീവ്സിന്റെ വീട്ടിലാണ്. ഇപ്പൊ കുറച്ച് പേരേ ഉള്ളൂ, 50 പേരെ ഇവിടെ ഉള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നത്, ഇന്നലെ നഗരസഭ തന്നെ പുറത്തുവിട്ട ചില രേഖകളിൽ ഈ സ്ഥലം ഉടമയുടെ പേര് നൗഫൽ ചെട്ടിപ്പടി സ്വദേശിയാണെന്ന് പറയുന്നത്. പക്ഷെ ആ രേഖകളിൽ തന്നെ ഈ കുന്നുംപുറം സ്വദേശിയായുള്ള തോട്ടശ്ശേരിയറ സ്വദേശിയായുള്ള ഒരു സ്ത്രീയുടെ പേരും കാണാൻ സാധിക്കുന്നുണ്ട്. അയാളുടെ ഉമ്മയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജോയിന്റ് ഓണേഴ്സ് ആവാം, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. 2 പേരുടെ പേരിലാണ് ഭൂമിയുള്ളത്. അല്ല, ആയിരിക്കാം. നമുക്ക് ഈ ലൈസൻസ് എടുത്തിട്ടുള്ളത്, ഈ പെർമിറ്റ്, അതായത് മണ്ണ് മാന്താനുള്ള പെർമിറ്റ് എടുത്തിട്ടുള്ളത് ഇയാളുടെ പേരിലാണ്, നൗഫലിന്റെ പേരിലാണ്. നൗഫലിന്റെ നിലവിൽ നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചു. അപ്പൊ ലൈസൻസ് റദ്ദാക്കി നമ്മൾ ഷോ കോഴ്സ് കൊടുത്തു. എക്സ്പ്ലെയിൻ ലൈസൻസ് അയാൾക്ക് ബിൽഡിംഗ് പെർമിറ്റിന്റെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയധികം നിയമം ലംഘിച്ചുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ഉടമസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേരേണ്ടതല്ലേ? ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. ഇവിടെ ഒരു സ്പെഷ്യൽ സോൺ ഏരിയ ആയിട്ടൊന്നും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. നഗരസഭയുടെ 2018 ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. നഗരസഭയുടെ തന്നെ ഒരു ഹെൽത്ത് സെന്റർ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അവിടെ ഒരു അതിന്റെ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അന്നത്തെ 2018 ഇതിനൊക്കെ ശരിക്കും മോണിറ്റർ ചെയ്യേണ്ടത്, ഇവിടെ ഇങ്ങനെ പെർമിഷൻ കൊടുക്കാൻ പറ്റുമോ നോക്കേണ്ടത് സർക്കാർ തരത്തിലുള്ള ജിയോളജിയും റവന്യൂ ആണ്. നമ്മൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കാനാണ് പറ്റുന്നത്. നമ്മൾ എക്സ്പേർട്സ് അല്ല. ഇതിനെക്കുറിച്ച്, ഇതിന്റെ ഭൂമിയെക്കുറിച്ച്, ഇതിന്റെ ഘടനയെക്കുറിച്ച്, ഇതൊരു അപകട സാധ്യതയുള്ള ഏരിയ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ജിയോളജിയാണ്. പെർമിഷൻ കൊടുക്കുന്ന നഗരസഭയല്ല. പക്ഷേ എടുക്കാനുള്ള പെർമിഷൻ നമ്മളെ സംബന്ധിച്ചു, നഗരസഭയെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇപ്പോഴും ഞാൻ പറയും ജനപ്രതിനിധികളല്ല, ഉദ്യോഗസ്ഥര്, ഇവരുടെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ അയാൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കാം. അയാളുടെ മുന്നിൽ വന്ന അപേക്ഷ ക്ലിയർ ആണെങ്കിൽ അയാൾക്ക് മണ്ണ് എടുക്കാനുള്ള പെർമിഷൻ കൊടുക്കാം. അപേക്ഷയിൽ കൊമേഴ്ഷ്യൽ പേർപ്പസ് ബിൽഡിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അത് എന്താണ് പേർപ്പസ്, എന്ത് തരത്തിലുള്ള ബിൽഡിംഗ് ആണ്, അതിനെക്കുറിച്ചുള്ള വിവരം നഗരസഭയ്ക്ക് ലഭിക്കില്ല. ഇത് നഗരസഭ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കല്ല ഇത് ലഭിക്കുന്നത്. ജനപ്രതിനിധികൾ ഇരിക്കുന്ന മീറ്റിംഗിലോ നഗരസഭാ കൗൺസിൽ യോഗത്തിലോ അല്ല ഇവർക്ക് പെർമിഷൻ കൊടുക്കുന്നത്. നമ്മൾ രാഷ്ട്രീയം പറയാനാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാനറിയാം. അല്ലെങ്കിൽ പറയാം, പല വിമർശനങ്ങളും ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ 2 മാസം മുമ്പേ ഉള്ള സർക്കാർ തരത്തിലുള്ള ജിയോളജിയാണ് ഇതിന് പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. റവന്യൂ ആണ് ഇത് മോണിറ്റർ ചെയ്യേണ്ടത്, ഭൂമിയാണിത്, റവന്യൂവിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അത്തരത്തിലൊന്നും ഒരു സ്പെഷ്യൽ ഏരിയ ആയിട്ടൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല, സ്പെഷ്യൽ സോൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. നഗരസഭയുടെ തന്നെ സ്വന്തം ഹെൽത്ത് സെന്റർ ആണ് അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു പ്രശ്നം ബാധിത ഏരിയ ആയിട്ടൊന്നും ഒരു സിംഗിൾ പേപ്പർ പരാതി പോലും നമുക്ക് ഇല്ല. ഇല്ല എന്നുള്ളത് അങ്ങനെ പറയാൻ കഴിയുമോ? നിരവധി പരാതി കൊടുത്തിരുന്ന നാട്ടുകാർ നമ്മളോട് പറഞ്ഞിരുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റിയ നാട്ടുകാർ പറയുന്നുണ്ട്. കാര്യം പറയാം, കൃത്യമായിട്ട് ക്യാമ്പിലേക്ക് മാറ്റിയ ആളുകളുടെ പരാതി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെള്ളം കയറുന്നത് സംബന്ധിച്ചാണ്. ഇങ്കിൽ നിന്ന് വരുന്ന വെള്ളം, അത് ഈ തവണ ഇങ്കിൽ നിന്ന് വരുന്ന വെള്ളം, അതിന് മിനിസ്റ്റർ ഉടനടി ഇന്ന് രാവിലെ ഇങ്കലിന്റെ MD അടങ്ങുന്ന ടീം എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തി. അവർക്ക് വേണ്ട പ്രോപ്പർ ഡ്രെയിനേജ് കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ ഇപ്പം വെള്ളം കയറിയ ആളുകളുടെ വീട്ടിലേക്ക് ഒക്കെ ക്ലീൻ ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. കഴിഞ്ഞ തവണയും ഒരു മാസം മുമ്പേ ഇങ്ങനെ പകുതി വെള്ളം, ഒരു അധികമല്ല, ഇങ്ങനെ വെള്ളം കയറി വന്ന ഉടനെ തന്നെ അപ്പം തന്നെ അത് വേണ്ട സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു. ഇവിടെ സ്പെഷ്യൽ സോണല്ല എന്നൊക്കെ പറയുന്ന മേഖലയിൽ വീണ്ടും കോടതി ഉത്തരവൊക്കെ തന്നെ നേടി, അല്ലെങ്കിൽ അത്തരം നടപടികളിലോ കടന്നുപോയി ഈ സ്ഥലം ഉടമ വീണ്ടും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി തേടിയാൽ നഗരസഭയുടെ നിലപാടെന്താവും? എങ്ങനെയാ? അതായത് ഈ സ്ഥലം ഉടമയ്ക്ക് വീണ്ടും നിർമ്മാണ അനുമതിയൊക്കെ തന്നെ ലഭിച്ചാൽ, കോടതി വഴിയൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹം ശ്രമിക്കുമല്ലോ, അങ്ങനെ ഒരു അനുമതി ലഭിച്ചാൽ നഗരസഭ ഇതിൽ എന്തെങ്കിലും നിലപാട്? കോടതി എന്തോ നഗരസഭയ്ക്കും ബാധകല്ലേ? നഗരസഭയുടെ മുകളിലല്ലേ കോടതി വരുന്നത്? കോടതിയുടെ അപ്പൊ ജനങ്ങളുടെ ഒരു ആശങ്കയിൽ
ജനങ്ങളുടെ ആശങ്കയും പ്രതിഷേധവും ഒക്കെ ഞങ്ങൾ ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ജനങ്ങളെ സേഫ് ആയിട്ടിരിക്കുക എന്നുള്ള. ദൈവം സഹായിച്ച് ഇവിടെ ആളാഭായം ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ നഗരസഭ ഒരു വീടിന് പെർമിറ്റ് കൊടുത്തു. ആ വീട്ടിലാണ് ഈ നാച്ചുറൽ കലാമിറ്റി വരുന്നതെങ്കിൽ നഗരസഭയെ നമ്മൾ എങ്ങനെയാണ് കുറ്റം പറയുന്നത്? ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് നമ്മൾ കുറ്റം? ഈ നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും നമ്മളെ തടുത്താൽ നിൽക്കുന്ന സംഗതിയല്ല. ഞാൻ പറഞ്ഞല്ലോ, നഗരസഭയുടെ ഭാഗത്ത് നിന്ന് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ട് അവർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തിട്ടുണ്ട്, പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. പേപ്പേഴ്സ് ക്ലിയർ ആയപ്പോൾ മണ്ണെടുക്കാൻ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ മണ്ണെടുപ്പിനുള്ള കാലാവധി കഴിഞ്ഞിരുന്നില്ലേ? കലാമിറ്റി എന്ന് പറയുമ്പോഴേ ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തുനിന്ന് മാത്രം മണ്ണ് ഒലിച്ചിറങ്ങുന്നത് നാച്ചുറൽ കലാമിറ്റി എന്ന് മാത്രം നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കുമോ? നമ്മൾ എങ്ങനെ പറയാമെന്നറിയോ? ജൂണിന് ശേഷം, അതായത് ഈ നമ്മൾ അനുമതി കൊടുത്തതിന് ശേഷം ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടോ? കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമ്മൾ പറയുന്നത് പോലെ ഇത് അൺഓതറൈസ്ഡ് ആയിട്ട് ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നടന്നിട്ടില്ല. ഞാൻ എന്റെ വാർഡിൽ, ഞാൻ ഇവിടുത്തെ വാർഡ് കൗൺസിലർ കൂടിയാണ്. ഞാൻ ഈ ഏരിയയിൽ പാസ് ചെയ്യുന്നതാണ്. നമ്മൾക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ആളുകൾ അവിടെ പരാതി സമയപരിധി അവസാനിച്ചിരുന്നോ? അതിനുശേഷം വീണ്ടും സമീപിച്ചിരുന്നോ? അതിനുശേഷം മണ്ണെടുത്തിരുന്നോ? മനുഷ്യരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് രാഷ്ട്രീയമൊന്നും പറയാത്ത സാധാരണക്കാരായുള്ള സ്ത്രീകൾ ഉൾപ്പെടുന്ന ആളുകൾ ഇവിടെ എത്തി നമ്മളോട് സംസാരിച്ച സമയത്ത് അത് പറയുന്നുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് എന്താ രാഷ്ട്രീയം ഉണ്ടാവില്ലേ? വ്യക്തമായ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. പരാതി പറഞ്ഞവരൊക്കെ രാഷ്ട്രീയമുള്ള ആളുകളാണ്. അങ്ങനല്ല ഞാൻ പറഞ്ഞു, പരാതി പറയാത്തവരും ഉണ്ട്. ഈ നാച്ചുറൽ കലാമിറ്റി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മുനിസിപ്പാലിറ്റിക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുമോ? സമിതിയുടെ ഒരു പരിശോധന പോലും കഴിയാതെ എങ്ങനെയാണ് ഇത് നാച്ചുറൽ കലാമിറ്റി എന്ന് മുനിസിപ്പാലിറ്റി പറയാൻ? പറയട്ടെ, ഭൂമിയുടെ ഘടന അനുസരിച്ച് ആരാണ് വിദഗ്ധ സംഘടന, അല്ലെങ്കിൽ ആരാണ് വിദഗ്ധ ഡിപ്പാർട്ട്മെന്റ്, ആരാണ്? ഉൾപ്പെടെ നിരവധി വിദഗ്ധർ അടക്കുന്ന സംഘം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് കള്ളാടിയിലൊക്കെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷമായിരുന്നല്ലോ ഇത് തീരുമാനിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ജിയോളജി നൽകിയ ഒരു അനുമതിക്ക് എങ്ങനെയാണ് മുനിസിപ്പാലിറ്റിയിൽ ഒരു ജനപ്രതിനിധി ഉത്തരം പറയേണ്ടത്? മുനിസിപ്പാലിറ്റിയെ പഴിച്ചുകൊണ്ടല്ലോ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒരു ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇവിടെ ആളുകൾക്ക് പരാതി ഉണ്ടായിരുന്നു. അത് ആരാണ് മോണിറ്റർ ചെയ്യേണ്ടത്? ആരാണ് അതിന്റെ എക്സ്പേർട്സ്? ഈ പ്രദേശത്ത് മാത്രം മണ്ണിടിഞ്ഞത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിക്കുമോ? ഈ പ്രദേശത്ത് മാത്രം, എങ്ങനെയാണ് മണ്ണെടുത്ത പ്രദേശത്ത് മാത്രം? നമുക്ക് ഇപ്പോൾ നമ്മൾ പലയിടങ്ങളും കേരളത്തിൽ ഫുള്ളായിട്ട് ഇപ്പോൾ ഈ ഒരു സമയമാണ്, ഈ ദുരന്ത സമയത്താണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്തത്. തീർച്ചയായും അതിൽ കൃത്യമായിട്ട് താങ്കൾ ഇടപെട്ടിട്ടുണ്ട്. ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നത്, ഈ പ്രദേശത്ത് മാത്രം എങ്ങനെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു? വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത്? നഗരസഭ ഒരു അതായത് അതെങ്ങനെ പറയാൻ സാധിക്കുന്ന ചോദിച്ചാൽ നമ്മൾ വിഷ്വൽ എടുക്കുന്ന സമയത്ത് അവിടെ മാത്രമാണ് മണ്ണിടിയുന്നത്. നമ്മൾ വിഷ്വൽസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ല എന്നല്ല പറഞ്ഞത് ഞാൻ. ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ മാത്രം ഉണ്ടാവുന്നത് എങ്ങനെ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, ഒരു ഏത് സ്ഥലത്താണ്, മുൻകൂട്ടി പറയാൻ പറ്റുന്നത് ആർക്കാണ്? ഇത് ആരാണ്? ഇത് എന്ത് ചെയ്യാൻ കഴിയും? ആർക്കാണ് ഇത്ര സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടാവുന്നത്? നമ്മളൊരു വീടിന് ഒരു പെർമിറ്റ് കൊടുത്തു, സ്ഥലത്താണല്ലോ മണ്ണിടിഞ്ഞത്. അതിന് നഗരസഭ എന്താ വേണ്ടത്? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ നിയമപരമായിട്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഒരു പേപ്പർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യേണ്ടത്? ഇവിടെ വഴിവിട്ട് എന്താ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ബിൽഡിങ്ങിന് പെർമിറ്റ് കൊടുത്തോ, പേപ്പേഴ്സ് ക്ലിയർ ആണോ അറിയേണ്ടതല്ലേ? സ്വാഭാവികമായിട്ടും മാഡം, എന്ത് തരത്തിലുള്ള പേർപ്പസ് ആണ്? ഈ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെന്ന് പറയുന്നുണ്ട്, അതിന്റെ രൂപരേഖയും നമ്മൾ കണ്ടു. എന്താണ് അതിന്റെ പേർപ്പസ് എന്നുള്ളതിൽ? അത് തന്നെയാണ് ഞാനും സംസാരിക്കുന്നത്. ഉദ്യോഗസ്ഥരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം അറിയേണ്ടത്. മുനിസിപ്പാലിറ്റിയിൽ അടക്കുന്ന ഉദ്യോഗസ്ഥരാണ്, മുനിസിപ്പാലിറ്റിയിൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഇത് പെർമിറ്റ് കൊടുത്തിട്ടെങ്കിൽ അവരാണ് ഇത് സംസാരിക്കേണ്ടത്. എന്തെങ്കിലും, ഞാൻ അത് പറഞ്ഞല്ലോ, ഇന്നലെ തന്നെ നമ്മൾ ഷോക്കോസ് കൊടുത്തു. നമ്മൾ അവർ പെർമിറ്റ്, നമ്മൾ കൊടുത്ത ലൈസൻസ് ബിൽഡിംഗ് പെർമിറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോക്കോസ് കൊടുത്തിട്ടുള്ളത്. ഈ ജനപ്രതിനിധികൾ നിലക്ക് നമ്മൾ ചെയ്യാവുന്ന. താങ്കളെ കുറ്റപ്പെടുന്നില്ല. ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അരുൺകുമാർ ഇവിടെ സജീവമായിട്ട് ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയതിന് നേതൃത്വം കൊടുത്ത ചെയർപേഴ്സൺ കൂടിയാണ് അവർ. സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിൽ ഒരു വീഴ്ചയുണ്ടായിട്ടുണ്ടോ പരിശോധിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇക്കാര്യത്തിൽ അനുമതി കൊടുത്തിട്ടുള്ളത് ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിൽ നിന്നാണ്. നഗരസഭാ സെക്രട്ടറി അടങ്ങുന്ന ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അനുമതി വന്നിട്ടുള്ളത്. അക്കാര്യത്തിൽ ഒരു പരിശോധന അനിവാര്യമാണ്. അത് തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണ് നഗരസഭാ ചെയർപേഴ്സണും ഈ ഒരു വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും വലിയ ആശങ്ക മണ്ണിടിച്ചിൽ ഭീഷണിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികളിലേക്ക് കടക്കണം. വളരെ പ്രധാനപ്പെട്ട ആവശ്യം അത് മാത്രമാണ് ഇനി ഇവിടെ നടക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും വേണം. ഡോക്ടർ, ഓക്കെ, താങ്ക് യു. മുബഷീർ ഇപ്പോൾ പുറത്തുവിട്ട വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നൗഫൽ എന്ന് പറയുന്ന ചങ്ങാതി നമ്മളാരും കണ്ടിട്ടില്ല കേട്ടോ. അദ്ദേഹം ഇതൊരു പക്ഷേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അദ്ദേഹം വന്ന് മാധ്യമങ്ങളെ ഒന്ന് സമീപിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല അവിടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ഇന്നലെ മുബഷീർ റിപ്പോർട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരോട് പറയാം. ഒന്ന്, ആ സ്ഥലം ഈ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഒരു 200 മീറ്റർ മാറിയാണ് ഈ സ്ഥലമുള്ളത്. ഈ സ്ഥലത്ത്, ഈ പ്രദേശത്ത് ഈ തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരു 5 സെന്റ് സ്ഥലം
നഗരസഭയ്ക്ക് വിട്ടുകൊടുത്തിരുന്നു അവിടെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ സ്ഥാപിക്കാൻ. അതിനോട് ചേർന്ന് ഷോപ്പിംഗ് മാളും, അതിനോട് ചേർന്നൊരു പെട്രോൾ ബങ്കും, അതിനോട് ചേർന്ന് ഒരു പ്രീമിയം ആയുർവേദ റിസോർട്ടും അതായിരുന്നു നൗഫൽ പദ്ധതിയിട്ടിരുന്നത്. അപ്പോൾ ഈ സ്ഥലം വാങ്ങിയിരിക്കുന്നത് നൗഫൽ തൻ്റെ ഉമ്മയുടെ പേരിലാണോ, ഒരു സ്ത്രീയുടെ പേര് കൂടി അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ നൗഫൽ എന്ന് പറയുന്ന ആൾക്ക് എന്താണ് ഈ മണ്ണിൽ വന്ന് ഇവിടെ വന്ന് ഈ ബിസിനസ് തുടങ്ങാനുള്ള താല്പര്യം? അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ചോദ്യം. അപ്പോൾ നൗഫൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ താല്പര്യപ്രകാരം തുടങ്ങിയതാണോ മറ്റാരുടെയെങ്കിലും ബിനാമിയാണോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററിന് അനുവാദം നഗരസഭ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത് മറ്റ് കെട്ടിടങ്ങൾ വരും. അങ്ങനെ കെട്ടിടങ്ങൾ വന്ന് ലീഗലൈസ് ചെയ്യപ്പെടും. ലീഗലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദികളായി മറ്റു ചില ആളുകൾ ഉടമസ്ഥാവകാശമായിട്ട് വരാൻ സാധ്യതയുണ്ടോ? ഇതൊക്കെയാണ് മുൻപിലുള്ള ചോദ്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ മണ്ണ് എടുത്ത സ്ഥലത്താണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ കൺമുന്നിൽ ദൃശ്യങ്ങളിലുണ്ട്. അതിനെ നാച്ചുറൽ കലാമിറ്റി എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ചെയർപേഴ്സൺ ശ്രമിക്കരുത്. ചെയർപേഴ്സൺ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇതിന് അനുമതി കൊടുത്തിരുന്നത് LDF സർക്കാരിൻ്റെ കാലത്ത് ജിയോളജി വകുപ്പാണ്. ഇത് സൂപ്പർവൈസ് ചെയ്യേണ്ടിയിരുന്നത് LDF സർക്കാരിൻ്റെ കാലത്ത് റവന്യൂ വകുപ്പാണ്. പക്ഷേ LDF സർക്കാരിൻ്റെ കാലത്ത് ഒരു വീഴ്ച സംഭവിച്ചാൽ തുടരുകയല്ല UDF സർക്കാരിൻ്റെ കാലത്ത് അത് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആരുടെ വകുപ്പാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അതുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉയരുന്നത്. നൗഫൽ ബിനാമിയാണോ? ഇതിലെ വ്യവസായ താല്പര്യം ആരുടേതായിരുന്നു? പ്രൈമറി ഹെൽത്ത് സെൻ്ററിന് കൊടുത്ത സ്ഥലത്തിൻ്റെ മറവിൽ മറ്റ് ചില ബിൽഡിങ്ങുകൾക്ക്, മറ്റ് ചില കെട്ടിടങ്ങൾ അവിടെ വരാനുള്ള സാധ്യത, പ്രീമിയം റിസോർട്ട്, ആയുർവേദ റിസോർട്ട് അടക്കമുള്ള കെട്ടിടങ്ങൾക്കുള്ള പദ്ധതിയായിരുന്നോ ഉദ്ദേശിച്ചിരുന്നത്? അതിവേഗം ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ മണ്ണെടുത്ത് ഇതേപോലെ അവിടെ ഇടിഞ്ഞു വീണത്? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അതെന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഏറെ ആശ്വാസകരമായ കാര്യം ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ നമ്മൾ ക്ഷമിക്കണം, ഈ സ്ഥലത്ത് നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ ആണ് പെട്ടെന്ന് മണ്ണിടിഞ്ഞ് വീഴുന്നത്. നമ്മുടെ ഉണ്ണിത്തൂരാണ് ആ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ഇപ്പോൾ മുബഷീറിനെ സിനിമയിലെടുത്തു, നമ്മുടെ അൽ ജസീറയിലെ സിനിമയിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അൽ ജസീറ ടെലിവിഷൻ ഇന്നലെ ഈ ദൃശ്യം പങ്കുവച്ചിരുന്നു. ദേശീയ മാധ്യമങ്ങളും ഈ ചിത്രം പങ്കുവച്ചിരുന്നു. അവിടെ നമ്മുടെ മുബഷീറും സംഘവും വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ അൽ ജസീറ ടെലിവിഷൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ മുബഷീറിനെ അൽ ജസീറയുടെ വിഷ്വലിൽ ഇന്നലെ ലോകം മുഴുവൻ കണ്ടു. നമ്മളുടെ മറ്റ് റിപ്പോർട്ടർമാരും ആൾക്കാരും ഒക്കെ ഓടി വരുന്ന ഈ ദൃശ്യമാണ് അൽ ജസീറ ടെലിവിഷൻ പങ്കുവച്ചിരിക്കുന്നത്. ഇന്നലെ റിപ്പോർട്ടറാണ് ഈ ദൃശ്യങ്ങൾ, ഉണ്ണിത്തൂരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഉണ്ണിത്തൂരൊക്കെ വളരെ സാഹസികമായ പകർത്തിയത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ആ സമയത്ത് എങ്ങോട്ടെന്നാൽ മണ്ണിടിഞ്ഞ് വീഴുന്നത് നമുക്കറിയില്ലല്ലോ. പക്ഷേ എങ്കിലും അവർ അതിവേഗം ഓടിയാണ് അത് ചെയ്തത്. കൈരളിയുടെ ഒരു ക്യാമറമാന് ആ ചെളിവെള്ളപ്പാച്ചിലിൽ വീണു പോകുന്നു. ശരീരം മുഴുവൻ ചെളിയുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ചിത്രമുണ്ട്. വില്ലോടി എന്ന് പറഞ്ഞുള്ള നമ്മുടെ ക്യാമറമാൻ കൈരളി.